പ്രാർത്ഥിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വാക്ക് കേട്ടോ. നീ ലോകത്തിൻ്റെ വെളിച്ചമാകാൻ പോകുകയാണ്. നീ മനുഷ്യരുടെ വാക്ക് കേട്ട്, നീ മനുഷ്യരുടെ ശബ്ദം കേട്ട് ആ വെളിച്ചത്തെ കെടുത്തരുത്. പ്രാർത്ഥിക്കുന്ന, പ്രസംഗിക്കുന്ന, ലൈവിൽ കൂടി സ്തോത്രം ഇത് കാണുന്ന നിന്നോട് പരിശുദ്ധാത്മാ പറയുക, ഒരു പാസ്റ്റിനെയും ഒരു വിശ്വാസിയെയും ആമേൻ വൈരാഗ്യത്തോടെ ഇരിക്കരുത്. സാത്താൻ നിന്നോട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ നിമിഷം പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറയുന്നു. ഈ ലൈവിൽ, ഈ യൂട്യൂബ്, ഈ ലൈവിൽ കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്ന, നീ ലോകത്തിൻ്റെ വെളിച്ചമാവാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ മന്ദിരവും നിങ്ങളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവുമാണെന്ന് നിങ്ങൾ മറന്നു പോകുന്ന ഓരോരുത്തരുടെയും, ഓരോ വ്യക്തികളുടെയും, ഓരോ സഭക്കാരുടെയും വാക്ക് കേട്ട് നിന്റെ ഹൃദയം നന്നായി മുറിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ സ്വർഗം പറയുന്നു, സ്തോത്രം സ്തോത്രം സ്തോത്രം, ക്രൂശിൽ ക്ഷമിച്ച ഒരു യേശുവുണ്ട്. നീ സകലവരോടും ക്ഷമിക്കേ. നീ സകലവരോടും ക്ഷമിച്ചാൽ ദൈവം നിന്നോട് ഇടപെടും. നീ പരിശുദ്ധാത്മാവിന് നിന്റെ ഹൃദയത്തെ കൊടുക്കുക. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നീയാണ് മന്ദിരം, നീയാണ് ദൈവത്തിൻ്റെ മന്ദിരം. നിന്റെ ഹൃദയത്തിൽ ആ പരിശുദ്ധാത്മാവ് വരേണ്ടേ. ഹലോ, പ്രസംഗിക്കുന്ന നിന്നോടാ, പ്രാർത്ഥിക്കുന്ന നിന്നോടാ. നീ എത്ര വലിയ പാസ്റ്റായിരുന്നാലും ശരി തന്നെ, ഒരു വ്യക്തിയെ നീ ശപിച്ച് പ്രാർത്ഥിക്കരുത്. ഒരു സഭയെ നോക്കി നീ എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. ഒരു പാസ്റ്ററിനെ നോക്കി നീ എതിർ പ്രാർത്ഥന സംസാരിക്കരുത്. ഹലോ, എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ, ഇവിടെ നടക്കുന്ന ആരാധനയുടെ ഇടയിൽ, ഈ ലൈവിൽ ഞാൻ എന്തിനാണ് സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഈ 2025 പല പാസ്റ്റർമാരും തമ്മി തല്ലി പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പുറകിൽ പോകുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം പാസ്റ്റർമാർ ഇത് കേൾക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നത്, നീ ലോകത്തിൻ്റെ വെളിച്ചമാവാൻ പോകുകയാണ്. പത്രോസിനെ യേശു വിളിച്ചിട്ട് പറഞ്ഞത് ഒരേ ഒരു പദം, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തരാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥനാ റൂമിൽ നീ കയറ്, നിന്റെ പ്രാർത്ഥനാ റൂമിൽ നീ ഇരിക്കെ. നീ ദൈവത്തോട് പറ, കർത്താവേ, ഈ വെളിച്ചം നീയാണ് തന്നത്, ഞാൻ അതിനെ ഇരുട്ടാക്കാൻ പാടില്ലപ്പ. ഞാൻ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമാകേണ്ടതിന് പൊന്നു തമ്പുരാനെ. അതുകൊണ്ടാണ് മോശയെ അഹറോന്റെ സഹോദരിയായ മിരിയാം മോശയ്ക്ക് നേരെ പിറുപിറുത്തു. പക്ഷെ വചനം പറയുന്നു, ദൈവം അത് ശ്രദ്ധ വെച്ച് കേട്ടു, ദൈവം മറുപടി കൊടുത്തു. ഹലോ, നീ ആരെയും കുറ്റപ്പെടുത്തരുത്. നീ ഒരു പാസ്റ്റിൻ്റെയോ ഒരു സഭയെയോ നോക്കി എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. ഇവന് കിട്ടിയ പ്രസംഗങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, ഇവന് വിളിക്കുന്ന ആൾക്കാർ ഞങ്ങളെ വിളിക്കില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. കൃത്യമായി നിന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കും. നിന്നെ വിളിച്ച ദൈവം നിന്നെ വഴിയിൽ വെച്ച് കളഞ്ഞിട്ട് പോകത്തില്ല. നിന്നെ എവിടെ നിർത്തണമെന്നും, നിന്നെ ഏത് സഭയിൽ നിർത്തണമെന്നും, നിന്നെ ഏത് രാജ്യത്ത് നിർത്തണമെന്നും, നിന്നെ എവിടെ പ്രസംഗിക്കാൻ വിടണമെന്നും എൻ്റെ കർത്താവിനറിയാം. യേശു 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞ, ഗ്രാമങ്ങളിൽ ചെല്ല്, അവിടെ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെ അഴിച്ചു കൊണ്ടുവാ. ഹലോ, നീ കാത്തിരിക്കെ, ആരോട് പിറുപിറുക്കല്ലേ. ഈ സഭയുടെ പാസ്റ്റർ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി, എൻ്റെ മനസ്സിൽ നോവ് വേദനയൊക്കെ തന്നു എന്ന് പറഞ്ഞ് പിറുപിറുക്കല്ലേ. അത് നിന്റെ ട്രെയിനിങ് കോളേജ്. ഒരു മിലിറ്ററിക്കാരൻ എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം കൊണ്ടല്ലേ ഒരു മിലിറ്ററിക്കാരനായി വരുന്നേ. അവന് 3-4 വർഷമെടുക്കും ട്രെയിനിങ്ങിൽ ജയിക്കാൻ. അവൻ്റെ ജീവിതം മൊത്തം ട്രെയിനിങ്ങിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിങ് നടക്കുന്നതിന് അവൻ എന്തോരം വേദനകൾ അനുഭവിക്കണമെന്നറിയോ. പക്ഷെ അവൻ ഒരു പട്ടാളക്കാരനായി മാറിയണം. ഇതിൽ കൂടി കേൾക്കുന്ന നിന്നോട് അതാ ഞാൻ പറയുന്നേ, ഒരു പാസ്റ്റർമാരെ കുറിച്ചും ഒരു വിശ്വാസികളെ കുറിച്ചും ഒരു സഭയെക്കുറിച്ചും നീ എതിർ പ്രാർത്ഥന വെച്ച് ചിന്തിക്കരുത്. കാരണം നീ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിന്നിൽ ദൈവത്തിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയാനാണ് സാത്താൻ ചിന്തിക്കുന്നത്. ഹലോ, പ്ലീസ് ദൈവത്തോട് അടുത്ത് വാ.
പിശാചിനോട് എതിർത്ത് നിൽക്കുക. ഈ ദിവസം നിങ്ങളിത് ലൈവായി കാണുന്നെങ്കിൽ, കേൾക്കുന്നെങ്കിൽ അത് ഇട്ടിച്ച് പോവല്ലേ. നീ നിൻ്റെ പ്രാർത്ഥന റൂമിൽ കയറ്, ബൈബിൾ എടുത്ത് കയറ്, നീ സംസാരിക്കേ. നീ ഇപ്പോഴും പറയുന്നു, എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന യേശുവിന് വേണ്ടി നിൽക്കുന്ന പ്രവാചകന്മാരുണ്ട്, പ്രാർത്ഥനക്കാരികളുണ്ട്, പ്രാർത്ഥനക്കാരന്മാരുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ ലോകത്തിൻ്റെ വെളിച്ചമാക്കാൻ പോകുകയാണ്. വിശ്വസിക്ക്. വാക്കുകളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.